ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന 40 മാർക്കിന്റെ 15 ചോദ്യങ്ങളാണ് ഈ വീഡിയോയ്ക്ക് തട്ടിപൊളിയായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒട്ടും ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആരും നമ്മുടെ സൂപ്പർ 60 മറന്നു പോകരുത്. 17-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ +1 യൂട്യൂബ് ചാനലിൽ എണ്ണം പറഞ്ഞ 60 ചോദ്യങ്ങളുമായിട്ട് ഞാനും ജസീൽ സാറും വരുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യ പേപ്പറിനകത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും ഈ 60 എണ്ണത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. നിങ്ങൾ മാത്രം പോരാ, കേരളത്തിലുള്ള മുഴുവൻ +1 വിദ്യാർത്ഥികളെയും സൈലത്തിന്റെ ലൈവിലോട്ട് കൊണ്ടുവരേണ്ടത് സൈലമിയൻസ് ആയ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അത് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. സോ ലൈവ് മറക്കരുത് മക്കളെ. നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലോട്ട് അയച്ചു കിടക്കാം. സോ ആദ്യത്തെ ചോദ്യം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഉറപ്പായും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നിന്ന് 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 2 മാർക്കിന്റെ കാറ്റഗറിയിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അത് ഏത് തരം ചോദ്യമാണെന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതിൽ 2 തരമാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തെ, ഒരു മെഷർമെന്റ് നമുക്ക് നൽകും. ഉദാഹരണം 2.34 സെന്റിമീറ്റർ. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? അത്തരത്തിൽ മെഷർമെന്റുകൾ നൽകിയിട്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതുമല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നൽകിയിട്ട് വോള്യം കണ്ടുപിടിക്കുക. ആ വോള്യത്തിൽ കൃത്യമായ എണ്ണം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ പാടുകയുള്ളൂ എന്ന തരത്തിൽ ചോദ്യം ചോദിക്കാം. സോ ഏത് തരം ചോദ്യമാണെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യണം. സിമിലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നമ്മുടെ മിനി മാരത്തോൺ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി സൂപ്പർ 60ലും നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. കൂൾ ആയിട്ടിരിക്കുക. റൈറ്റ്. സോ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയ ചോദ്യം. 3 മാർക്കിന് പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യം. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു തന്നെ തരും. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു തന്നെ പരീക്ഷയിൽ ചോദിക്കും. 3 മാർക്കിന്റെ വിലപ്പെട്ട ചോദ്യമാണ്. അതിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 6 എണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. E=mc², അതുപോലെ തന്നെ ½ mv² mgh. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഈ ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ചോദ്യ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത്. അടുത്ത ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻ S=ut+12, V=√(gm/r), G=gm/r². ഇതിന്റെ എല്ലാത്തിന്റെയും ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിനും പുറമെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ പറയാം. V²=u²+2as. സോ ഏതാണെങ്കിലും മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കണം. 3 മാർക്കാണ് പരീക്ഷകളിൽ ചോദിക്കാറ്, അല്ലെങ്കിൽ 2 മാർക്കിന് ഉറപ്പിച്ച ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. സെറ്റ്. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ, deduce the relationship among physical quantities. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഓറിയന്റഡ് ആയ അടുത്ത ചോദ്യമാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുക. ഡയമെൻഷണൽ അനാലിസിസിന്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാലോടാ മക്കളെ. സോ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള 4 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഡിറൈവ് ചെയ്യുക. അടുത്തത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിറൈവ് ചെയ്യുക. കൈനറ്റിക് എനർജി ഡെറൈവ് ചെയ്യുക. ഫ്രീക്വൻസി ഓഫ് ദ സ്ട്രിംഗ് ഡെറൈവ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മിനി മാരത്തോണിലെല്ലാം നമ്മൾ സെറ്റാക്കിയാണ്. ഇനി സൂപ്പർ 60ലും ഇതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് ഞാനും ജസീൽ സാറും വരുന്നുണ്ട്. സോ 4 എണ്ണം അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് തന്നെയേ വരത്തുള്ളൂ. ഇതിനപ്പുറം വേറൊന്നും ചോദിക്കാൻ ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല. സെറ്റ്. അടുത്തതിലൂടെ കിടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് ചാപ്റ്റർ ഏറ്റവും സിമ്പിൾ ആയ ചാപ്റ്റർ ആണ്. നമ്മുടെ സ്വന്തം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ശരിയല്ലേ? സോ അതിൽ നിന്ന് ഉറപ്പിച്ച ചോദ്യം 100% ഉറപ്പാണ് മക്കളെ. ഗ്രാഫിക്കലി കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഗ്രാഫിക്കലി കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് കൈനമാറ്റിക് ഇക്വേഷൻ? V=u+at, S=ut+12, V²=u²+2as. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ 2 എണ്ണത്തിനാണ്. കാരണം ആദ്യത്തെ അധികം ചോദ്യ പേപ്പറിൽ കണ്ടു കാണാറില്ല. പക്ഷെ ഈ 2 എണ്ണം പല ചോദ്യ പേപ്പറിലും കാണാറുണ്ട്. അതും ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ പറയാറുണ്ട്. സാധാരണഗതിയിലല്ല, ഗ്രാഫ് വരച്ച് വേണം ഈ 2 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ. 3 മാർക്കിനാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം കാണാനിരിക്കുന്നത്. ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. റൈറ്റ്. അടുത്ത നെക്സ്റ്റ് വൺ. അടുത്തത്, ഈ പറഞ്ഞ കൈനമാറ്റിക് ഇക്വേഷൻ ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ഗ്രാഫ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അഥവാ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗ്രാഫിന്റെ ഏരിയ എന്താണ്, സ്ലോപ്പ് എന്താണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് നൽകിയിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനും അത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഡയറക്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ ആ രീതിയോ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മിനി മാരത്തോണിൽ ഡിസ്കസ് ചെയ്തില്ലേ. സോ അത്തരം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതാണ്. മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ്. സെറ്റ്. ഓക്കെ. അടുത്തതിലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ് വൺ, നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിൽ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഡെറിവേഷൻസ് ഇവയൊക്കെയാണ്. ഒന്നാമത്തെ, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്. അതിനു പുറമെ
ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ. പച്ച കളർ വേണ്ട, മഞ്ഞ കളർ മതി. ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡെറിവേഷൻ ഞാൻ കഴിഞ്ഞ മിനി മാരത്തോണിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാണ്. ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈലിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ക്രാക്ക് ചെയ്താണ്. സോ ഇതും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി v=r⍵ എന്ന് പറയുന്ന റിലേഷൻ, അതും എന്റെ മക്കൾ പഠിക്കണം. ഇതിന് പുറമെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കൂടിയുണ്ട്. അത് സാധിക്കുമെങ്കിൽ ഉറപ്പായും പഠിക്കുക. ആദ്യം നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്തായിട്ട് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡെറിവേഷൻ പഠിക്കാൻ. അത് പഠിക്കണ്ട എന്നല്ല, അത് പഠിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഡെറിവേഷൻസിന് കൊടുക്കുക. സെറ്റ്, മുന്നോട്ട് പോവാം. സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്ത ചോദ്യം, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് യൂസിംഗ് അനലറ്റിക്കൽ മെത്തേഡ്. നമുക്കറിയാം r √a² + b² + 2ab cos θ എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ പഠിപ്പിച്ചതാണ് അനലറ്റിക്കൽ മെത്തേഡിന്റെ ഡെറിവേഷൻ. സോ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്കറിയണം. α = tan ഇൻവേഴ്സ് ഓഫ് b sin θ / a + b cos θ എന്ന് പറയുന്ന ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യാൻ എന്റെ മക്കളെ നിങ്ങൾക്കറിയണം. ഇതും പരീക്ഷയിൽ 3 മാർക്കിനാണ് ചോദിക്കുക. ഏറ്റവും വിലപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്, മനസ്സിലാക്കി പഠിക്കേണ്ട ചോദ്യമാണ്. അടുത്തത് നെക്സ്റ്റ് വൺ. അടുത്തെന്താണ് മക്കളെ? നമ്മുടെ സ്വന്തം ലോസ് ഓഫ് മോഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഫസ്റ്റ് ലോ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫസ്റ്റ് ലോ അടിസ്ഥാനമാക്കിയിട്ട് ഇനേർഷ്യ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു സിറ്റുവേഷൻ നൽകിയിട്ട് അവിടെ ഏത് തരം ഇനേർഷ്യയാണ് എന്ന തരം ചോദ്യം ചോദിക്കാം. സെക്കൻഡ് ലോ അടിസ്ഥാനമാക്കിയിട്ട് F = ma എന്ത് ചെയ്യാൻ ചോദിക്കാം? ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. F = ma ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ന്യൂട്ടൺസ് തേർഡ് ലോ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ റീകോയിൽ ഓഫ് ഗൺ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റീകോയിൽ ഓഫ് ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്ന ആക്ച്വലി അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ഓറിയന്റഡ് ആയ ഡെറിവേഷൻ കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ പഠിച്ചു വെക്കണം. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ലീനിയർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന കാര്യം സെക്കൻഡ് ലോ ആയിട്ട് കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ് കേട്ടോ. സോ റീകോയിലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. റൈറ്റ്, അടുത്ത നെക്സ്റ്റ് വൺ. അടുത്ത 2 പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് മാത്രമേ ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്രിക്ഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഫ്രിക്ഷൻ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡെറിവേഷൻ, ഒരെണ്ണം മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്, എന്തായാലും നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ ലെവൽ സർക്കുലർ റോഡിന്റെ ഡെറിവേഷനും പഠിച്ചിരിക്കണം. സാറേ ഞാൻ ഡെറിവേഷൻ പഠിച്ചു എന്ന് മാത്രം നിങ്ങൾ ഇരിക്കരുത്, മറിച്ച് എ പാർട്ട് ഡെറിവേഷൻ ആണെങ്കിൽ ബി പാർട്ട് അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡെറിവേഷനുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കൂടി മക്കളെ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. സോ ബാങ്കിങ് ഓഫ് റോഡിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ലെവൽ സർക്കുലർ റോഡിന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. ഫൈൻ, ഓക്കെ. ഇതിൽ എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ലിഫ്റ്റിന്റെ മോഷൻ ഉണ്ട്, കുറെ കാര്യങ്ങൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ലോസ് എല്ലാം ഉണ്ട്. ഇത് പഠിച്ചതിന് ശേഷം അവ പഠിക്കുക, അല്ലാതെ അത് പഠിക്കണ്ട എന്നല്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഈ ചോദ്യങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. അടുത്ത നെക്സ്റ്റ് വൺ, വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിതെന്ന് പറയുന്നത്. മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് കൈനറ്റിക് എനർജി = p² / 2m ആണ്. സോ p² = 2mke ആണ്. സോ p = √2mke. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സോ ഇത് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ. കൈനറ്റിക് എനർജി 2 ബോഡീസിന് സെയിം ആണ്, ആർക്കാണ് കൂടുതൽ മൊമെന്റം ഉള്ളത്? അല്ലെങ്കിൽ മൊമെന്റം 2 ബോഡീസിന് സെയിം ആണ്, ആർക്കാണ് കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. വെലോസിറ്റീസിന്റെ റേഷ്യോ ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. മിനി മാരത്തോണിൽ കുറെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് സിമിലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താണ് കേട്ടോ. നെക്സ്റ്റ് വൺ, പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അഥവാ ABC എന്ന് പറയുന്ന 3 പോയിന്റിലുമുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി mgh ആണ് എന്ന തരത്തിലുള്ള പ്രൂഫ് നമ്മൾ പഠിച്ചില്ലേ? ആ പ്രൂഫിന്റെ കൂടെ തന്നെ നിങ്ങൾ അതിന്റെ ഗ്രാഫ് കൂടി പഠിച്ചു വെക്കണം. പ്രൂഫ് മാത്രം പോരാ, അതിന്റെ കൂടെ തന്നെ അതിന്റെ ഗ്രാഫ് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത, deduce the relationship among torque and angular momentum. ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓറിയന്റഡ് ആയ ഒരു ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. ഈ ഡെറിവേഷൻ ആ ചാപ്റ്ററിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്. അടുത്ത നെക്സ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അതും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. അതും 2 മാർക്കിന് ആ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഓറിയന്റഡ് ആയ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത്
ഇങ്ങനെ കറങ്ങുന്നു ആർക്കാണ് കൂടുതൽ ആംഗുലർ സ്പീഡ് ഉണ്ടാവുക എന്ന ചോദ്യം, അല്ലെങ്കിൽ സർക്കസുകാരുടെ ആ ഒരു കറക്കം, അതൊക്കെ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. അതാണ് അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അടുത്ത ഗ്രാവിറ്റേഷനിലോട്ട് കടന്നിരിക്കുന്നു. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് എപ്പോഴും ചോദിക്കും. ഉയരം കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു, ആഴം കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾ കാണും. ഒരു സംശയവും വേണ്ട, ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഏത് ചോദിച്ചാലും 3 മാർക്കാണ് വെയിറ്റേജ് വരിക. അടുത്ത എസ്കേപ്പ് സ്പീഡ്. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എസ്കേപ്പ് സ്പീഡിന് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ ഡെറിവേഷൻസിലും ഉപരി എസ്കേപ്പ് സ്പീഡാണ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ സാധിക്കുക. എസ്കേപ്പ് സ്പീഡ് നിങ്ങൾ പഠിക്കണം. മൂണിന്റെ എസ്കേപ്പ് സ്പീഡ് എത്രയാണ്, എർത്തിന്റെ എസ്കേപ്പ് സ്പീഡ് എത്രയാണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയണം. എർത്ത് ആണെങ്കിൽ അത് 11.2 km/s ആണ്, മൂണാണെങ്കിൽ 2.3 km/s ആണ്. ഈ കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെച്ചോട്ടാ. അടുത്ത നമ്മുടെ സ്വന്തം കെപ്ലേഴ്സ് ലോ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. കെപ്ലേഴ്സ് ലോ 3 ലോ ഉണ്ട്, എല്ലാവർക്കും അറിയാം. ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയാസ്, ലോ ഓഫ് പീരിയഡ്സ്. ലോ ഓഫ് ഏരിയാസിന്റെ പ്രൂഫും ഞാൻ ഇന്നലത്തെ മിനി മാരത്തോണിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാണ്. സോ ആ കാര്യം കൃത്യമായി തന്നെ പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ലോസും അടിപൊളിയായിട്ട് മനസ്സിലാക്കുക. ലോസ് ഡയറക്റ്റായി സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിക്കാം. റൈറ്റ്, ഓക്കെ. അടുത്ത നമ്മുടെ സ്വന്തം ഫ്ലൂയിഡ്സ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. എന്തായാലും ചോദിക്കും. പാസ്കൽസ് ലോ അറിയണം, ഹൈഡ്രോളിക് ലിഫ്റ്റ് അറിയണം, ഉറപ്പാണ്. 2 മാർക്ക് കേട്ടോ. പാസ്കൽസ് ലോ കൂടി അതിന്റെ കൂടെ അറിഞ്ഞിരിക്കണേ. പാസ്കൽസ് ലോ കൂടി അതിന്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതിന്റെ പ്രൂഫ് ഉറപ്പാണ്. 4 മാർക്കിനാണ് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ പ്രൂഫ് ചോദിക്കുക. പഠിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്, മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, ഡിറൈവ് എക്സ്പ്രഷൻ ഓഫ് കാപ്പിലറി റൈസ്. അവിടെ ടെർമിനൽ വെലോസിറ്റി ഉണ്ട്, കുറേ ഉണ്ട്. സോ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കാപ്പിലറി റൈസിന് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്റെ മക്കളെ നിങ്ങൾ കൊടുക്കേണ്ടത് കാപ്പിലറി റൈസിന് തന്നെയാണ്. പഠിക്കേണ്ട ചോദ്യമാണ്, വെരി ഇമ്പോർട്ടന്റ്. 4 മാർക്ക്. അടുത്ത തെർമലിൽ നിന്ന് അനോമലസ് ബിഹേവിയർ ഓറിയന്റഡ് ആയ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അനോമലസ് ബിഹേവിയറിന്റെ ഗ്രാഫ്, ആ ഗ്രാഫ് എന്തായാലും പഠിച്ചിട്ട്. അനോമലസ് ബിഹേവിയർ ഓറിയന്റഡ് ആയ ഗ്രാഫ് എന്തായാലും പഠിച്ചിട്ട്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഗ്രാഫ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ഉണ്ടാവും. റൈറ്റ്, ഇനി അടുത്തത്, ആ ഗ്രാഫിലുപരി എന്തുകൊണ്ടാണ് ലേക്സും പോൺസും മുകൾ ഭാഗത്ത് നിന്ന് ഫ്രീസ് ചെയ്ത് താഴോട്ട് വരുന്നത്? അത് ഞാൻ എപ്പോഴും ലൈവുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ള കാര്യമാണ്, ഒരു കഥ പോലെ ഞാൻ പറഞ്ഞു തരാറുള്ള കാര്യമാണ്. അത് പരീക്ഷകളിൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്, അത് പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത നെക്സ്റ്റ് വൺ, മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇവ ഓറിയന്റഡ് ആയ ഒരു ചോദ്യം ഉണ്ടാവും. കണ്ടക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സീ ബ്രീസും അതുപോലെ തന്നെ ലാൻഡ് ബ്രീസും ചോദിക്കാം. ഇത് കൺവെക്ഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് കണ്ടക്ഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ചോദിക്കാം. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, അത് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. റേഡിയേഷൻ ഓറിയന്റഡ് ആയിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആ റേഡിയേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഇതെന്തോ സാധനം, ആ റേഡിയേഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ മെയിൻലി എങ്ങനെയാണെന്ന് വെച്ചാൽ, കറുത്ത നിറത്തിൽ നമ്മൾ ഡ്രസ് ഇട്ടിട്ട് പുറത്തോട്ട് പോകാൻ പാടില്ല വേനൽക്കാലങ്ങളിൽ. എന്തുകൊണ്ടാണ്? കാരണം ബ്ലാക്ക് കൂടുതലായിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, അത്തരത്തിൽ. അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ആണ്. സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് നമ്മളിലോട്ട് എത്തുന്നത് റേഡിയേഷനിലൂടെയാണ്. ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അതുപോലെ തന്നെ ചിത്രങ്ങൾ നൽകിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഒരു മെറ്റാലിക് റോഡ് തീയിൽ കാച്ചിട്ട് നമ്മുടെ കൈ ചൂടാവുന്നത് കണ്ടക്ഷൻ ആണ്. ആ ഭാഗത്ത് തീ കൂട്ടിയിട്ട് കത്തിച്ച് നമ്മൾ ഇവിടെ നിന്ന് ചൂട് കായുന്നത് കൺവെക്ഷൻ ആണ്. സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് നമ്മളിലോട്ട് എത്തുന്നത് റേഡിയേഷൻ ആണ്. ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിനകത്ത് 2 ഡെറിവേഷൻ ഉണ്ട്, ഐസോതെർമലും അതുപോലെ തന്നെ അഡയാബാറ്റിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി ഇവർക്ക് കൊടുക്കുക. ഇതിന് പുറമെ CP - CVയുടെ റിലേഷൻ കൂടിയുണ്ട്. സോ അതും സാധിക്കുമെങ്കിൽ പഠിക്കുക, ഒരു സംശയവും വേണ്ട. പഠിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല, അതും പഠിക്കണം. പക്ഷേ ഈ പറയുന്ന അഡയാബാറ്റിക്കും ഐസോതെർമലിന്റെയും വർക്ക് ഡൺ എന്തായാലും നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാർനോട്ട് എഞ്ചിൻ ആണ് നമ്മുടെ അവസാന ടോപ്പിക്. അതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. കാർനോട്ട് എഞ്ചിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ്, അതിന്റെ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ എഫിഷ്യൻസി ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ എഫിഷ്യൻസി ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് PV ഡയഗ്രാം. ആ PV ഡയഗ്രാം ഇതുപോലൊരു ഡയഗ്രാം ആണ്. ഓർമ്മയുണ്ടോ ഗൈസ്? ഇതുപോലൊരു PV ഡയഗ്രാം ഉണ്ടാവും. ആ PV ഡയഗ്രാമിനകത്ത് ഓരോ പ്രോസസ്സുകൾ ചോദിക്കാം. 1ാമത്തെ പ്രോസസ്, 2ാമത്തെ പ്രോസസ്, 3ാമത്തെ, 4ാമത്തെ ഏതാണ് പ്രോസസ് എന്ന് ചോദിക്കാം. അഥവാ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാം. ഗംഭീരമായിട്ട് പഠിക്കുക. സോ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കാം. ഇത് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. അല്ലാതെ ഇത് മാത്രം പഠിച്ചു പരീക്ഷയ്ക്ക് പോകാനല്ല പറയുന്നത്. ഞാൻ ചോദ്യ പേപ്പർ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നാണ് ചോദ്യം വരിക എങ്കിൽ പോലും
നമ്മുടെ ഒരു പോസിബിലിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ടോപ്പിക് വൈസ് സോർട്ട് ചെയ്തിരിക്കുന്നത്, ചാപ്റ്റർ വൈസ് സോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ചോദ്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, എന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കുക. പക്ഷെ ഇതിന് പുറമെയുള്ള ചോദ്യങ്ങളും പഠിക്കണം. മിനി മാരത്തോൺ കാണാത്തവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുക. സൂപ്പർ 60 ഒരിക്കലും മറന്നു പോകരുത്. എണ്ണം പറഞ്ഞ 60 കിട്ടിടലൻ ചോദ്യങ്ങളുമായിട്ടാണ് ഞാനും ജസീൽ സാറും വരുന്നത്. സോ അതിനകത്തും ഇതിലില്ലാത്ത കുറെ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഓക്കെ അല്ലടാ മക്കളെ, സെറ്റ് അല്ലേ? സോ എന്തായാലും നമ്മുടെ ഫിസിക്സ് പരീക്ഷ ടഫ് ആവും എന്ന മെന്റാലിറ്റിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഒരിക്കലും എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പർ അല്ല നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ക്രാക്ക് ചെയ്യാനുള്ള മനക്കരുത്ത് വേണം, കോൺഫിഡൻസ് വേണം. അടിച്ചെടുത്തിരിക്കും മുഴുവൻ മാർക്കും എന്ന കോൺഫിഡൻസ് എല്ലാവർക്കും വേണം. ഞങ്ങളുടെ കൂടെയുണ്ട്, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. അടിപൊളിയാക്കാം മക്കളെ. സോ ലവ് യു ആൾ. ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ. ടാറ്റാ.